ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഉച്ചക്കത്തെ ഊണിന് ഞാൻ ചോറ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നിട്ടും നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഊണാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ ഹെർബി ക്രോപ്പിൻ്റെ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു ഊണ് കഴിക്കാൻ പോകുന്നത്. നമ്മുടെ ഓരോ പ്രൊഡക്റ്റും നമ്മൾ നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത്രയും കരുതലോടുകൂടി ഒട്ടും മായം ചേർക്കാതെയാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നമ്മുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് ഹെൽത്തി കറിവേപ്പില ചമ്മന്തിപ്പൊടി. അപ്പോൾ ഇപ്പോൾ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മട്ടേരി ചോറ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ സ്പെഷ്യൽ കറിവേപ്പില ചമ്മന്തിപ്പൊടി. ഇതിലെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കറിവേപ്പിലയാണ്. ഈ ഒരു കറിവേപ്പിലയുടെ കൂടെ തോരപ്പരിപ്പ്, കടലപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഉഴുന്ന് പരിപ്പ്, നിലക്കടല ഇത്രയും നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി ആയതുകൊണ്ടാണ് ഇതുപോലെ പരിപ്പ് വർഗ്ഗങ്ങൾ കൂടി ചേർത്തത്. അപ്പോൾ പരിപ്പൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ ഡെയിലി ചോറിൻ്റെ കൂടെ ഇത് 1 സ്പൂൺ കൊടുത്താൽ മതിയാകും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് വളരെ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഈ ഒരു തൈരും ചമ്മന്തിപ്പൊടിയും ഉണ്ടെങ്കിൽ അത് മാത്രമായാലും മതി. ഇനി തൈര് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ ഒരു തൈരിന് പകരം നെയ്യും ഈ ഒരു ചമ്മന്തിപ്പൊടിയും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ കുട്ടികളുടെ ഭക്ഷണത്തിൽ ഈ ഒരു ചമ്മന്തിപ്പൊടി 1 സ്പൂൺ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കറിവേപ്പിലയും അതോടൊപ്പം തന്നെ പരിപ്പ് വർഗ്ഗങ്ങളും അവരുടെ ശരീരത്തിലെത്തും. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ഹെർബി ക്രോപ്പിൻ്റെ മാംഗോ പിക്കിളാണ്. ഇതും നമ്മൾ അധികം വിനാഗിരിയോ ഉപ്പോ അല്ലെ എണ്ണയോ അധികം ചേർക്കാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്നത് പോലെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ നോൺ വെജൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മീനൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ടൈമിൽ ഈ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട. നമ്മുടെ ഈ എല്ലാ പ്രൊഡക്റ്റും ഓപ്പൺ ചെയ്താലും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ നമുക്ക് വെക്കാവുന്നതാണ്. മാസങ്ങളോളം കേടുകൂടാതെ നിൽക്കും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ തവണയും നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ജലാംശം ഒട്ടും ഇല്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് വേണം എടുക്കാൻ. ജലാംശമുള്ള സ്പൂൺ ഉപയോഗിച്ചെടുത്താൽ അത് പെട്ടെന്ന് പൂപ്പലുണ്ടാകും. അപ്പോൾ നിങ്ങൾക്കതുപോലെ ശ്രദ്ധിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു തവണ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് എല്ലാമായി സാധാരണ തേങ്ങാ ചമ്മന്തിപ്പൊടി കൂടി ഉണ്ടായിരുന്നു, അത് സ്റ്റോക്ക് തീർന്നു. അപ്പോൾ ഇതാ നമുക്കിനി ഇതെല്ലാം കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പില ചമ്മന്തിപ്പൊടി കഴിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കുറച്ചെടുത്ത് തൊട്ട് കൂട്ടുന്നതിന് പകരം മൊത്തമായിട്ട് ഇങ്ങനെ കുഴച്ച് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. തൈരും ചമ്മന്തിപ്പൊടിയും ചോറിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ്. നമ്മൾ സാധാരണ കറികളും മീനും ഒക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാളും നല്ല കിടിലൻ ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തിപ്പൊടിയും അച്ചാറൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് പപ്പായ അച്ചാറാണ്. ഇത് 250 ഗ്രാമാണ്. ഗ്ലാസ് ബോട്ടിലാണ് ഇത് വരുന്നത്. അടുത്തത് നമ്മുടെ മാംഗോ പിക്കിളാണ്. മാംഗോ പിക്കിളും ഇതുപോലെ 250 ഗ്രാമാണ്. ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. അടുത്തത് നമ്മുടെ ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അതിൻ്റെ 75 ഗ്രാം ഇതുപോലൊരു സ്റ്റാൻഡപ്പ് പൗച്ചിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കവറ് പ്ലാസ്റ്റിക് അല്ല, പേപ്പർ സ്റ്റാൻഡപ്പ് പൗച്ചാണ്. നമ്മളതുപോലെ നമ്മളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ കവറിങ്ങിന് പ്ലാസ്റ്റിക് ബോട്ടിൽസോ അല്ലെ പ്ലാസ്റ്റിക് കവറുകളോ ഉപയോഗിക്കാറില്ല. ഫുഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പാക്കിംഗ് പോലും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇതുകൂടാതെ മസാലപ്പൊടികളും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഗരം മസാലയുടെ 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതും ഇതുപോലൊരു പേപ്പർ സ്റ്റാൻഡപ്പ് പൗച്ചിലാണുള്ളത്. ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ഉണ്ട്. അതൊന്നും പാക്ക് ചെയ്തത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഇതുകൂടാതെ വേറെയും കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റായിരുന്നു ചെമ്പരത്തി ഇല ഉണക്കി പൊടിച്ചത്. അത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു പാക്കറ്റ് എങ്ങാനേ ബാക്കിയുള്ളൂ. അത് നമ്മൾ ഇതുവരെയും റീസ്റ്റോക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ തരാം.
അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ബൈ.